ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ നമ്മുടെ അമ്മച്ചി ഇവിടെ വന്നിട്ട് ഇതേ ഇവിടെ തൊട്ടടുത്ത് ഇവിടെ നിൽപ്പുണ്ട്. അതേ ഹസ്ബൻഡിന് കോൾ ചെയ്യുകയാണ്. അതന്നെ. അപ്പോൾ നേരെ ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ അമ്മച്ചി ഫോൺ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അമ്മച്ചിയായിട്ട് മീൻ മേടിക്കാനായിട്ട് പോകാൻ വേണ്ടി പോകണേണ്ട. അപ്പോൾ മീൻ മേടിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ മീനാന്ന് നോക്കാം നമുക്ക്. അതോടൊപ്പം തന്നെ അമ്മച്ചിയുടെ സ്പെഷ്യൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡേ വിത്ത് അമ്മച്ചി. അമ്മച്ചിയായിട്ട് ഇതേ ഞങ്ങൾ ഇതേ ജസ്റ്റിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. കുറേ നാളെ കഴിഞ്ഞോളം കണ്ടാ ഞങ്ങൾ അല്ലേ, കഴിഞ്ഞോളാണ് 2025 കണ്ടിട്ട് ഇപ്പോഴേ. അപ്പോൾ അതേപോലെ കുറച്ച് കാളാഞ്ചി, 2 കാളാഞ്ചി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇന്ന് മീൻ ഇത്തിരി കുറവാണ് ജസ്റ്റ് അല്ലേ. ഞങ്ങൾ തെള്ളിച്ചെമ്മീൻ ഉണ്ടാവും വിചാരിച്ച്. അപ്പം ഞങ്ങൾ ബിരിയാണി വെക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ സാധാരണ ജസ്റ്റിൻ്റെ അടുത്ത് വന്ന പോലെ തന്നെ കുറച്ച് കാളാഞ്ചിയും അങ്ങനെ കുറച്ച് മീൻ കിടക്കണുള്ളൂ. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് അതേ ബിനീഷ് അതേ വന്നിട്ട് മീനും പിന്നെ അതേപോലെ തന്നെ കക്കർച്ചിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പുറയിൽ വെച്ചു. ഇത് ഇവിടുന്ന് കയ്യൊക്കെ പൊക്കി വന്നു നോക്കിയാണ്. കാണിച്ചു കൊടുക്കാം അമ്മച്ചിക്ക്. അതെങ്ങനെയാണ് കട്ട് ചെയ്തേക്കണേന്ന് കാണാൻ വേണ്ടിയാണ് അമ്മച്ചിക്ക്. എന്ന് വെച്ചാൽ അതനുസരിച്ചാണ് അമ്മച്ചിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ഇങ്ങനെയല്ലേ? അപ്പൊ ഇങ്ങനെയല്ലെന്ന് പറയണ്ട. വട്ടം കട്ട് ചെയ്ത ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു വിട്ടതാണ്. ഒരുപാട് കഷ്ണം വേണ്ട, ഇങ്ങനെ ഇതിപ്പോ കറി പീസായി. മേടിച്ചോണ്ട് വന്നിട്ട് അതെ വഴക്കൊന്നും പറയണ്ട. അതെ ബിരിയാണി പീസ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും ചെറിയ പീസാക്കി കട്ട് ചെയ്തു. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എറണാകുളത്തൊക്കെ ബിരിയാണി പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചു അതെന്നാ കൂട്ടി ചോദിച്ചു തന്നെ കറക്റ്റ് ഇങ്ങനെ. അതായത് ഇത് 2 വെവ്വേറെ. ഇതിന്റെ വയറിന്റെ പോർഷൻ കൂടി ഇപ്പുറത്ത് വരുമല്ലോ, വട്ടം വെട്ടിക്കളഞ്ഞു. ഇതിന് വട്ടമാക്കി കളഞ്ഞു. നമ്മുടെ ഇവിടെ ഈ വയറിന്റെ പീസ് കൂടി ഇങ്ങനെ വരുമല്ലോ. ഇങ്ങനെ അതല്ല അവിടെ ആ പോർഷൻ എടുത്ത ഇപ്പൊ എടുത്ത പോർഷനാണ് കറക്റ്റ്. ഇത് രണ്ടുവാ ഇങ്ങനെയല്ലേ വന്നത് കൊട്ട. ഇങ്ങനെ വെച്ച് കഴിയുമ്പോ കറക്റ്റ് അത് വീതി കിട്ടും. വീതി കിട്ടും. ഇങ്ങനെ പിന്നെ എങ്ങനെയാണ്? അപ്പൊ നമ്മളുടെ അവിടെ അങ്ങനെയാണ് സംഭവം ചെയ്യണത്. ചെറുതാ അതുകൊണ്ട് ബിരിയാണിക്ക് മാത്രമുള്ളത് വലുത് നോക്കി, ഉള്ളതില് വലുത് നോക്കി സെപ്പറേറ്റ് തിരിഞ്ഞു വെക്കണേന്. തിരിഞ്ഞു വെച്ചിട്ട് അത്രയും പോഷൻ മാത്രം ബിരിയാണി വെക്കാം. ബാക്കിയുള്ളത് കറി വെച്ചുള്ളല്ലോ വെച്ച് മീനെ തക്കാളി ഇവിടെ പിന്നെ ഫിഷ് മോളി ഉണ്ടാവും. അടുത്തായിട്ട് നാളത്തേക്കുള്ള ബിരിയാണിക്കുള്ളതൊക്കെ മസാല പുരട്ടി വെക്കണുണ്ട്. മസാലയൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അമ്മച്ചി. പിന്നെ അതേപോലെ നമ്മുടെ രാവിലത്തെ ഇഡ്ഡലിയുണ്ട്. ഇന്നലത്തെ സാമ്പാറും ഇന്നത്തെ ഇഡ്ഡലി. അതാണ് ഇന്നത്തെ പരിപാടി. ഉപ്പ് വേണം കുറച്ചുകൂടി ഉപ്പ് എടുത്ത് കൊടുക്കട്ടെ. അപ്പൊ ഞങ്ങൾ 2ാമത്തെ ട്രിപ്പ് എന്താണ് പിന്നെ പേരെന്താണ് അമ്മച്ചി? മറന്നുപോയി. ഇവിടെ നിന്നിട്ട് ഒരാൾ തേങ്ങ ഇറങ്ങിട്ടുണ്ട്. ചെടി ഇരിപ്പ് കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഇരിപ്പട്ടില് പിന്നെ എങ്ങനെയാണ് ഇരിക്കണത്? അയ്യോ, പുറകിൽ ചക്കയൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങളാ ചക്കയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അതേ ഇഡലി ഞങ്ങളുടെ സൂപ്പർ നല്ല പഞ്ഞി പോലത്തെ ഇഡലി ആയിട്ടുണ്ട്. ഇഡലി ഉണ്ടാക്കിയ കഥയും കുറേ ഉണ്ട് അല്ലേ അമ്മച്ചി? ഇഡലി ഉണ്ടാക്കിയ കഥയും കുറേ ഉണ്ട്. അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ ചെറിയ ചെറിയ പണികളിലാണ്. കണ്ടില്ലേ ഇവിടെ എല്ലാം സെറ്റായിട്ട് മീൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതെ, ഫിഷ് മോളി ഉണ്ടാക്കാനുള്ള പരിപാടിയിലുണ്ട്. അമ്മച്ചി ഫിഷ് മോളി ചെയ്തോണ്ടിരിക്കുന്നതാണ്. ബാക്കിയുള്ള മീൻ എടുത്തിട്ട് അതേ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് ഇതേ ചട്ടിയിൽ ഇട്ടാണ് വെക്കണത്. ഇത് എന്റെ ഫോണിൽ എടുത്തോണ്ടിരിക്കണം. അമ്മച്ചി ഓരോരോ തേങ്ങയൊക്കെ ഞാൻ ചെണ്ടി കൊടുത്താൽ നിങ്ങൾക്ക് അറിയാമല്ലോ കൈസ്. അമ്മച്ചിരി ചിരിവാക്കി. അപ്പൊ അതേ ഫിഷ് മോളി ഉണ്ടാക്കി ഓരോരോ പൊടിയും കാര്യങ്ങളൊക്കെ അതിനകത്തൊക്കെ ഇട്ടോണ്ടിരിക്കണ. ഇനി ഇത് കഴിഞ്ഞ് ഇതേ ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചായ കുടിക്കണം. പിന്നെ ഉണക്ക ചെമ്മീൻ സാമ്പാറുണ്ട്. ഇന്നലെ വെച്ച് സാമ്പാറുണ്ട്. അപ്പൊ അമ്മച്ചി പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളും പച്ചക്കറികളും മതി. അപ്പൊ ചെറിയ ചക്കിരിപ്പുണ്ട്, ഇടിയൻ ചക്ക വെക്കണം. പിന്നെ ഉണക്ക ചെമ്മീൻ ഉണ്ട്. അതിന് ശരിയാക്കും. വന്ന് ബിനീഷക്ക് എല്ലാത്തിനും പേര് തേങ്ങാപ്പാൽ ഒഴിക്കണുണ്ട് ഫിഷ് മോളിക്ക്.
മോള് തരാം. ഫിഷ് മോള് റെഡി ആയിട്ടുണ്ട്. കളഞ്ഞതാണ് കേട്ടോ അമ്മച്ചി. എന്തുണ്ടാക്കിയാലും അമ്മച്ചി ഇങ്ങനെ ഇതേപോലെ ഇച്ചിരി ഒന്ന് ഒഴിഞ്ഞിട്ടൊക്കെ കളയും. അപ്പൊ ഈ ചായക്ക് ടേസ്റ്റ് കൊടുക്കാൻ എങ്ങനെയാണെന്ന് നോക്കണമല്ലോ. നോക്കണ ഇങ്ങനെ തിരി. ഞങ്ങൾ നാളെ രാവിലത്തേക്കുള്ള അല്ലേ തയ്യാറെടുപ്പ്. ഫിഷ് മോളി മോള് തന്നെയാണ്. അമ്മച്ചിക്ക് മരുന്ന് കഴിക്കാറായിട്ടുണ്ട്. അപ്പൊ എനിക്കിവിടെ കുറച്ച് മണിയാണ് പാത്രം ഇപ്പൊ ഭക്ഷണം കഴിച്ചേ അതൊക്കെ കഴിയണം. അപ്പൊ ഇത് നമ്മുടെ ഡേവിഡ് അമ്മച്ചിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ. അപ്പൊ ഇവിടെ ഞങ്ങളൊരു സ്ഥലം വരെ വന്നേക്കണേട്ടോ അമ്മച്ചിയായിട്ട്. അമ്മച്ചൂട്ടി ഉണ്ട്. ഇവിടെ കുരങ്ങന്മാരും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു കുരങ്ങിനും കിട്ടിയോ ബാക്കിയെല്ലാം ഫാമിലി അവിടെ. ഞാൻ ഫോൺ എടുത്ത് തോർത്തെടുത്തിട്ട് പോണ്. ആരെയാണ് അപ്പൊ നമ്മളിത് ഇവിടെ വന്നതാണ്. തൂക്കുപാലമാണ് തൂക്കുപാലമാണ്. ടിക്കറ്റ് എന്തോ കാര്യങ്ങളുണ്ട്. ടിക്കറ്റ് എടുക്കാം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തപ്പോ വന്നേക്കണോക്കി ഒരുത്തൻ കുറെ പേരുണ്ട് കേട്ടോ. അമ്മച്ചിക്ക് പാടില്ലല്ലോ. അപ്പൊ അതാണ് പതിയെ പിടിച്ചിറക്കിയതാണ് തേങ്ങ. പതിയെ പിടിച്ചിറക്കി കുറെ നേരം വലിയ വണ്ടിയിൽ തന്നെ ഇരിക്കണം. അടച്ച് ഞങ്ങൾ പതിയെ എന്തോരം നടക്കാൻ പറ്റുമോ അത്രയും ഇങ്ങനെ നടക്കോട്ടെ. ഞങ്ങള് നടന്നില്ല. സാരിയെ കൊടുത്ത് അമ്മച്ചിനെ ഞങ്ങള് ഇങ്ങനെ ഇതൊന്നും അമ്മച്ചി ആദ്യം ഇട്ടില്ല. അമ്മച്ചി കാണുന്നതൊക്കെ അമ്മച്ചി ആദ്യം ഇട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഫെൻസിലിംഗ് ഒക്കെ കെട്ടി വെച്ച് എല്ലാം മൂടി വെച്ചൊക്കെ നടന്നിട്ടാ. നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കണ്ടിട്ട് പോയതായാലും വന്നല്ലോ. എന്തായാലും ഇവിടെ വന്ന് കണ്ടിട്ട് കാണിച്ചിട്ടൊക്കെ പോകാൻ വിചാരിച്ചു. തീരെ നടക്കാൻ പറ്റാതായിട്ടാ. അപ്പൊ ഇവിടെ വന്ന് ഞങ്ങൾ ഇരുന്നു. അപ്പൊ ഞങ്ങളോട് തൂക്കുപാലത്തിലോട്ട് കയറണം പറഞ്ഞിരിക്കണം. അപ്പൊ ഞങ്ങൾ കയറിയിട്ടില്ല. ഇവിടെ ഒട്ടും ഇല്ല കേട്ടോ. വെള്ളമൊക്കെ കഴിഞ്ഞ്. വെള്ളമൊക്കെ കുറവാണ്. ഇതിനകത്ത് എന്താണ് ഇത് പനിയാണ്. കുഴപ്പമില്ല അമ്മച്ചി. അപ്പൊ അത് കാരണം അത് കുഴപ്പമില്ല. അപ്പൊ കുറച്ച് നേരത്തെ കാല് വെള്ളാത്ത കാരണം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ ഒട്ടും വെള്ളമില്ല. വെള്ളമൊക്കെ കഴിഞ്ഞ് വെടിയും പുകയൊക്കെ തീർന്നിരിക്കുന്നുണ്ട്. അതന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഓടി നടന്നപ്പോ അത് കാണാൻ പറ്റിയില്ല. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് മക്കള് കൊണ്ടുവന്ന് കാണിച്ച് ശരി ഒന്ന് കാണാൻ നോക്കി വന്നു. പിന്നെ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വല്ല കാര്യം ഉണ്ടാ. ഓക്കെ നല്ല രസമുണ്ടാ കാണാനായിട്ട്. തൂക്കുപാലൊക്കെ ഉണ്ടാ ഓളിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നോക്കി ഇതിന്റെ ഹൈറ്റ് ഇവിടെ നിന്ന് പിടിച്ച് കെട്ടിയേക്കണട്ടെ. നമ്മളതേ ഒരു ഐസ്ക്രീം കഴിക്കാനായിട്ട് കയറിയട്ടാ. ചെറിയൊരു ഐസ്ക്രീം. അപ്പോൾ അവിടെ കുരങ്ങന്മാരെ ശല്യം കാരണം ഇവിടെ ഇങ്ങനെ ഉണ്ടാ. ഇതിങ്ങനെ കെട്ടി ഇങ്ങനെ കൂട് പോലെ ഇങ്ങനെ വെച്ചിങ്ങനെ ഉണ്ടാകും. അവർ കുറേ ഉണ്ട്. ഇവിടെ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. എവിടെ ഇതിൻ്റെ പൊക്കത്തൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. ഇതിൻ്റെ പൊക്കത്തൊക്കെ ഉണ്ട്. അതാണ് ഇങ്ങനെ ഒരു നെറ്റ് പോലെ ഇട്ട് ഇതിൽ പോകണുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും മേടിച്ചൊരു ഞാനൊരു റെഡ് വെൽവെറ്റ് ആണ് എടുത്തേക്കുന്നത്. അതിനെ കണ്ടതേ അവിടെ ചെറുതാണ്ട് ആളിങ്ങനെ പറക്കണേ. നമുക്ക് ഇവിടെ തിന്നാനൊന്നും കൊടുക്കാൻ പാടില്ല. അതൊരു ശിക്ഷാർഹമാണ്. ഇവിടെ തിന്നാൻ കൊടുക്കാൻ പാടില്ലല്ലോ അവർക്ക്. അപ്പോൾ അതൊന്നും കൊടുക്കാൻ പാടില്ല. അതാരണം ഇങ്ങനെ ഗേറ്റ് ഉണ്ടാവും. ഇതേ ഓളെ പോക്കോക്കെ ഇതല്ല പൊക്കത്തോന്നിരിക്കുന്നുണ്ട് ആള്. ഓക്കെ തീരെ ചെറുതാണ്. പൊടിയാണ് ആള്. എങ്ങനെയുണ്ടാവും ചേച്ചി ഐസ്ക്രീം? ഐസ്ക്രീം ഇഷ്ടപ്പെട്ട എൻ്റെ രണ്ടും കൂടെ എടുത്ത് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. അമ്മച്ചിക്ക് ബർഗർ മേടിച്ചിട്ട് ഞങ്ങൾ പോയി വന്നേക്കണം. അമ്മച്ചി ആദ്യമായിട്ടാണ് ബർഗർ കഴിക്കണ കേട്ടാ. ഇഷ്ടപ്പെട്ട്. അപ്പൊ ആദ്യം കഴിച്ചപ്പോ അപ്പൊ അതേ 2 കട്ട്ലേറ്റും മേടിച്ചിട്ട് ഞങ്ങൾ അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങി. അമ്മച്ചി ഹാപ്പി. ആനനെ കണ്ടോ ഞങ്ങളുടെ തൊട്ടരിയത്ത്. അത് ഞങ്ങള് വണ്ടിയിലിങ്ങനെ ഏഴാറ്റുമുഖത്ത് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ സൈഡില് ഫോറസ്റ്റ് അതായത് രണ്ടുപേരും വന്നിട്ട് എന്നോട് പറഞ്ഞ് ഫിനിഷ് കൊടുത്ത് ആനയൊക്കെ അപ്പൊ ഞാൻ തൊട്ടടുത്താന്ന് വിചാരിച്ചിട്ടാ നോക്കി. അപ്പൊ എന്റെ തൊട്ട് സൈഡിൽ സത്യത്തിൽ ഞാൻ പേടിച്ചും പോയി. അമ്മച്ചി പറഞ്ഞ വന്നത് മുതലായത്. എന്നിട്ട് പപ്പേനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാ. പപ്പ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹാപ്പിയായിരുന്നു. അപ്പൊ ഞങ്ങള് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ ചില്ല് ചെയ്തു. കുറച്ച് അടുക്കളപ്പണിയും കുറച്ച് ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങളും പുറത്തോട്ട് പോക്കും എല്ലാം കൂടി. അമ്മച്ചിയുടെ ഒന്നും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണില്ല. അവിടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ. ഇവിടെ വന്നാലും വീടിൻ്റെ ഉള്ളിൽ തന്നെ. അങ്ങനെ ശരിയാവില്ലല്ലോ. പുറത്തോട്ടൊക്കെ കൊണ്ടുപോകേണ്ടത്. അപ്പം അങ്ങനെ പോയതാണ്.
അല്ലെ ഇപ്പൊ കഴിക്കാത്തൊരു ബർഗറാന്ന് പറഞ്ഞാൽ അതും കഴിച്ച് ഹാപ്പിയായി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ചെറിയൊരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.